അതുപോലെ തന്നെ ഈ കോൺഗ്രസിന്റെ ലീഡർഷിപ്പിൽ ഇപ്പം കോൺഗ്രസ് രണ്ടായിട്ട് പിളർന്ന പോലെയാണ് ഇപ്പോഴത്തെ പ്രവർത്തനം. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവര് ഇടതുപക്ഷ അനുഭാവികൾ, ഇടതുപക്ഷ ഭരണത്തിന്റെ കീഴിൽ എല്ലാ ബെനിഫിറ്റുകളും എടുത്തുകൊണ്ടിരുന്ന ഒരു വരേണ്യ വർഗത്തിനെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം. അതായത് നേതാക്കന്മാരുടെ മാത്രം കഴിവുകൊണ്ടാണ് ഈ പാർട്ടി ഇതുവരെ എത്തിയെന്നുള്ള ഒരു കാഴ്ചപ്പാട് ഈ കോൺഗ്രസ്, പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അറിയാം. പതിനാറാമത് അസംബ്ലിയാണ് കേരളത്തിൽ നിലവിൽ വരുന്നത്. വളരെയേറെ പ്രതീക്ഷകളോടുകൂടി ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ ഒരു മന്ത്രിസഭ ഇന്ന് സ്ഥാനമേറ്റെടുക്കുകയാണ്. വളരെയേറെ പ്രതീക്ഷകളാണ് ഇരിക്കുന്നത്. സാധാരണ കോൺഗ്രസ് സർക്കാരുകൾ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുണ്ടാകുന്ന ഗ്രൂപ്പുകൾ ഈ മന്ദചിത്രവുമാണ് ഈ മന്ത്രിസഭയ്ക്ക്, കോൺഗ്രസ് മന്ത്രിസഭകൾക്ക് ഏറ്റവും കൂടുതൽ ഹാനി ഉണ്ടാക്കുന്നതും 5 വർഷത്തിന് ശേഷം ഭരണമാറ്റം സംഭവിക്കുന്നതും. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ലീഡർഷിപ്പിൽ ഇപ്പം കോൺഗ്രസ് രണ്ടായിട്ട് പിളർന്ന പോലെയാണ് ഇപ്പോഴത്തെ പ്രവർത്തനം. വലിയൊരു വിജയം കേരളത്തിലെ ജനങ്ങൾ ഇടത് സർക്കാരിനെതിരെ നൽകി കഴിഞ്ഞപ്പോൾ ആ മാൻഡേറ്റിനെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം അത് വളരെ ദിവസങ്ങളെടുത്തു ആ ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനായിട്ട്. ആ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനെടുത്ത സമയം എന്ന് പറയുന്നത് കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കുറ്റങ്ങളെയെല്ലാം മറക്കത്തക്ക രീതിയിലുള്ള കളികളാണ് നടന്നത്. അതുപോലെ തന്നെ ഇത് ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ ഒരു മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ തെരഞ്ഞെടുത്തതിന് ശേഷം നിരവധി ചർച്ചകൾക്ക് ശേഷമാണ് അങ്ങനെ തെരഞ്ഞെടുത്തത്. അപ്പോൾ ആ സമയത്തുണ്ടായ ചില കോൺഗ്രസ്സുകാരുടെ പ്രഖ്യാപനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എവിടെയാണ് ഇന്ന് ഈ പാർട്ടി നിൽക്കുന്നത് എന്നുള്ളത്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കേരളത്തിൻ്റെ മുൻ KPCC പ്രസിഡന്റും സ്പീക്കറും ഒക്കെ ആയിരുന്ന ആദർശത്തിൻ്റെ ഒരു പ്രതിരൂപമായ സംഗതി VM സുധീരൻ്റെ പ്രസ്താവന. VM സുധീരൻ മുഖ്യമന്ത്രിയെ ഉപദേശിക്കുകയാണ്, നിങ്ങൾക്ക് ചുറ്റും വരുന്ന അനുചര വൃന്ദത്തെ അല്ലെങ്കിൽ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് അധികാര കേന്ദ്രങ്ങൾക്ക് ചുറ്റുമുണ്ടാകുന്ന അതൊക്കെ അവോയ്ഡ് ചെയ്ത് നിർത്തണം എന്നുള്ളത്. അത് സ്വാഭാവികമായിട്ടും പിണറായി കയറിയപ്പോഴും പറഞ്ഞതാണ് ഇങ്ങനെയുള്ള വൃത്തങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ കോൺഗ്രസ്സുകാർ പൊതുവെ ചെയ്യാൻ പോകുന്നൊരു കാര്യം, അവർ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത, പാർട്ടിയുടെ താഴെത്തട്ടിൽ പ്രവർത്തിച്ച പാർട്ടി പ്രവർത്തകരെ മാറ്റി നിർത്തുകയും അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പല നേതാക്കന്മാരും, ഇത് കണ്ടുവന്ന ചരിത്രം അങ്ങനെ ആയതുകൊണ്ട് നമ്മളത് പറയാതിരിക്കുകയോ വയ്യ. കാരണം നേതാക്കൾ ഒരു തട്ടിലും പ്രവർത്തകർ ഒരു തട്ടിലുമായിട്ടുള്ള മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. സാധാരണ ഭരണം കിട്ടിക്കഴിയുമ്പോൾ അവർ അനുരഞ്ജനത്തിൻ്റെ, സമരസപ്പെടലിൻ്റെ ഒക്കെ വലിയ ആദർശ ധീരന്മാരായി മാറുകയും അവർ പാർട്ടി പ്രവർത്തകരെ തഴയുകയും ചെയ്യുന്ന ഒരു പ്രവണത നേരത്തെ തൊട്ട് കണ്ടിട്ടുണ്ട്. CPM അങ്ങനെയല്ല. CPM അവരുടെ പാർട്ടി പ്രവർത്തകരായിട്ട് മെമ്പർഷിപ്പുള്ള പാർട്ടി പ്രവർത്തകർ അല്ല നേതാക്കന്മാരുടെ കുടുംബങ്ങൾക്ക്, ഭാര്യമാർക്ക് ഒക്കെ തരപ്പെട്ട ജോലികൾ കണക്കാക്കി കൊടുക്കുകയും അവർ പാർട്ടിയുടെ സംഘടനാ സംവിധാനങ്ങളിലുള്ളവരെ പാർട്ടിയുടെ വിവിധ ജോലികളിലേക്കും അതും നുഴഞ്ഞു കയറ്റിയും ഇടിച്ചു കയറ്റിയും ഒക്കെ അവർ വേണ്ട വിധത്തിലൊക്കെ ഈ ഭരണ സംവിധാനത്തെയൊക്കെ അവരുടെ പാർട്ടി അണികൾക്ക് വേണ്ടി അവർ ഉപയോഗപ്പെടുത്താറുണ്ട്. അതിൻ്റെ അതൊക്കെ അതുപോലെയൊക്കെ തന്നെ കള്ളത്തരങ്ങൾ അവർ കാണിക്കാറുമുണ്ട്. അത് ഈ പറഞ്ഞ എല്ലാ രീതിയിലുമുള്ള അഴിമതികളും വളരെ വ്യക്തിപരമായിട്ടല്ല, സംഘടിതമായിട്ട് CPM എന്ന് പറഞ്ഞ പാർട്ടി നടത്താറുണ്ട്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ ഇടതുപക്ഷ അനുഭാവികൾ, ഇടതുപക്ഷ ഭരണത്തിന്റെ കീഴിൽ എല്ലാ ബെനിഫിറ്റുകളും എടുത്തുകൊണ്ടിരുന്ന ഒരു വരേണ്യ വർഗത്തിനെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം. VM സുധീരന്റെ പ്രസ്താവന തന്നെ അതൊരു അനവസരത്തിലുള്ള ഒരു പ്രസ്താവനയാണ്. അതുപോലെ തന്നെ പല നേതാക്കന്മാരും, ഇവൻ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ രാഹുൽ മാങ്കൂട്ടത്തിലും ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്ടായിരുന്ന രമേശ് ചെന്നിത്തലയും VD സതീശനെയും KC വേണുഗോപാലിനെയും ഒക്കെ പുകഴ്ത്തിക്കൊണ്ട് അതൊരു വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ്. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് അവർ തമ്മിൽ നടന്ന ഈ പ്രവർത്തനങ്ങളെ ഈ പാർട്ടി അണികൾ ആരുടെയും നിർദ്ദേശമില്ലാതെ ആയിരിക്കുകയില്ല ഈ ഫീൽഡിൽ ഇറങ്ങി ഇപ്പം മൂത്രമൊഴിക്കുകയോ തുപ്പുകയോ കരിയോയിലടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പ്രവർത്തകർ അങ്ങനെയാണല്ലോ. പ്രവർത്തകർ വൈകാരികമായിട്ട് പ്രതികരിക്കപ്പെടും. നേതാക്കളാണല്ലോ ഇതിന്റെ ബെനിഫിഷ്യറീസ് ആവുന്ന നേതാക്കന്മാർ. അവരവസാനം വന്നു കഴിഞ്ഞപ്പോൾ അവരൊറ്റക്കെട്ടായി മാറുകയാണ്. ഇപ്പം മാത്യു കുഴൽനാടൻ ആയിക്കോട്ടെ, M ലിജു ആയിക്കോട്ടെ, ഇവർക്കൊക്കെ ഓരോ ഗ്രൂപ്പുകളെ സ്തുതിപാഠക അവരുടെ താല്പര്യങ്ങൾക്ക് അവർക്ക് സ്തുതിപാടാനായിട്ട് അവരവരുടെ നേതാക്കന്മാരെ സുഖിപ്പിക്കാനായിട്ട് നടത്തുന്ന പ്രസ്താവനകൾ ബേസിക്കലി ആരെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? താഴെത്തട്ടിലുള്ള പ്രവർത്തകരെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ആ പ്രവർത്തകരെ എല്ലാം
ഒറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇവൻ വളരെ അതിശയകരമായ, കാരണം ജനങ്ങളുടെ മനസ്സറിഞ്ഞ്, അണികളുടെ മനസ്സറിഞ്ഞ്, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തിലൊക്കെ ഉണ്ടായിരുന്ന മാങ്കൂട്ടത്തിനൊക്കെ എതിരെ ഈ അധിക്ഷേപങ്ങളൊക്കെ വന്നപ്പോൾ കൂടുതൽ സാധാ ജനങ്ങൾ, പാർട്ടി പ്രവർത്തകർ, അവരെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് അവർ ചെയ്തതിനെ, അതാ വൈകാരികമായിട്ട് എടുക്കുന്നതിനെ 3 നേതാക്കളെയും പ്രീതിപ്പെടുത്താനോ സ്തുതി പാടാനോ വേണ്ടി നടത്തിയ ആ രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും ഇത്. ഒറ്റപ്പെട്ട ഒരു സംഭവമൊന്നുമല്ല. കോൺഗ്രസിന്റെ നേതാക്കന്മാർ കാലാകാലങ്ങളായിട്ട് കാണിച്ചു വന്ന ഇരുന്നാണ്. അണികൾക്ക് അവരുടെ കൂടെ പാർട്ടി പ്രവർത്തകർക്ക് മഞ്ഞും മഴയും തണുപ്പും വെയിലും ഒക്കെ കൊണ്ട് ചുവരെഴുതുകയും പോസ്റ്റർ ഒട്ടിക്കുകയും ഒക്കെ ചെയ്തത്. കാരണം പാർട്ടിയിൽ നിന്ന് ഒരു ബെനിഫിറ്റും കിട്ടാതെ താഴെക്കിടയിൽ പ്രവർത്തിച്ച പ്രവർത്തകരെ അവർ വൈകാരികമായിട്ടാണ് പെരുമാറുന്നത്. അത് സംശയമില്ലാത്ത കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ പ്രവർത്തകരെ അവഗണിച്ചുകൊണ്ടാണ് പോവുകയും ഈ ഗ്രൂപ്പ് കളിക്കാൻ ഈ പാവം പ്രവർത്തകരെ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവസാനം നേതാക്കന്മാരെല്ലാം ഒറ്റക്കെട്ടാവുന്നു. ആ നേതാക്കന്മാരെല്ലാം ഈ അണികളെ കുറ്റം പറയുന്നു. കാരണം ഇതൊക്കെ അവർക്ക് അവകാശപ്പെട്ട അവരുടെ പ്രവർത്തനങ്ങൾ. നിങ്ങൾ ഈ കുറച്ച് കാലഘട്ടങ്ങളിലായിട്ട് ഈ വന്ന പ്രസ്താവനകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആരുടെയൊക്കെയോ നേട്ടങ്ങളായിട്ട് PR വർക്കുകൾ പറയുകയാണ്, അവരത് ചെയ്തില്ലേ. ഇപ്പൊ KC വേണുഗോപാലിന്റെ പ്രവർത്തനത്തെക്കുറിച്ച്, ആ ചരിത്രത്തെക്കുറിച്ചൊന്നും ആർക്കും സംശയമുണ്ടാകുകയില്ല. അദ്ദേഹം വളരെ കാലമായിട്ടായി പാർട്ടിയിൽ പ്രവർത്തിച്ചാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ പ്രവർത്തന മികവ് കൊണ്ട് മാത്രമാണ് ഈ പാർട്ടി ഇന്ന് ഈ നിലയിൽ എത്തിയത് എന്നുള്ളതും, VD സതീശന്റെ ഒരു നേതൃത്വ പാഠവും കൊണ്ടാണ് എത്തിയതെന്നുള്ള രീതിയിൽ രമേശ് ചെന്നിത്തലയുടെ പ്രവർത്തനം, അതായത് നേതാക്കന്മാരുടെ മാത്രം കഴിവുകൊണ്ടാണ് ഈ പാർട്ടി ഇതുവരെ എത്തിയതെന്നുള്ള ഒരു കാഴ്ചപ്പാട് ഈ കോൺഗ്രസ്, പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. കാരണം പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന, ഏതെങ്കിലും പൊസിഷൻ ആഗ്രഹിക്കുന്ന, ഏതെങ്കിലും ഒരു പദവിയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന, ആരുടെയെങ്കിലും പെട്ടി എടുക്കാതെ അത് നടപടിയാകുകയില്ല എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഈ അണികളെ കുറ്റം പറഞ്ഞുകൊണ്ട്, അതായത് പ്രവർത്തകരെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇവര് ഈ നേതൃത്വത്തെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ആ പ്രീതിപ്പെടുത്തൽ എന്ന് പറയുന്നത് അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില നേതാക്കന്മാരാണ് അവർ പറയുന്നത്. അപ്പൊ ഈ പാർട്ടി അണികൾക്ക് മന്ത്രിയുടെ മന്ത്രിമന്ദിരങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ ഓഫീസുകളിലോ ഒക്കെ ഈ പറയുന്ന പോലെ അവരുടെ ഇമേജ് കീപ്പ് ചെയ്യാനായിട്ട് ചില ആദർശത്തിന്റെ പ്രതിരൂപങ്ങൾ, അത് അവർ ഈ പാർട്ടിക്ക് വേണ്ടിയൊന്നും ചെയ്തിട്ടില്ല. സ്വന്തം കുടുംബത്തിലുള്ള അംഗങ്ങളെ പോലും ഈ പാർട്ടിയുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ പോലും കഴിയാൻ പാടില്ലാത്ത ചില ആദർശ ബിംബങ്ങൾ അവർ വലിയ വായ്ത്താളം അടിക്കും, വലിയ ഗീർവാണം പറയും, അവര് സത്യസന്ധത മുഖപൂടം അണിയും. അങ്ങനെ അവർ ആദർശത്തിന്റെ മുഖമായിട്ട് അണിയുമ്പോൾ തഴയപ്പെടുന്നത് ഈ പാർട്ടി പ്രവർത്തകരായിരിക്കും. ഇപ്പോഴും കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തോട് ഒരു മതേതരത്വ സമൂഹം അല്ലെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ആ പാർട്ടി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിധം ആൾക്കാർ ഈ ലോകത്തുണ്ട്, ഈ സംവിധാനത്തിലുണ്ട്. ആ പാർട്ടിയാണ്, കോൺഗ്രസ് ആണ് ഈ രാജ്യത്തിന്റെ ഉന്നമനത്തിനും ഒക്കെ നിലയുറപ്പിച്ചതും ഇനിയും നിലയുറപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പറ്റം ആൾക്കാരെ നിരാശപ്പെടുത്തുന്ന പ്രവർത്തനം ഇത്തവണയെങ്കിലും ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കട്ടെ. ഇവരൊക്കെ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി മന്ത്രിമന്ദിരങ്ങളിൽ കയറി ഇറങ്ങുന്നവരായിരിക്കും, അല്ലെ ആവശ്യങ്ങൾക്ക് അംഗീകരിക്കുന്നവരായിരിക്കും, അല്ലെ ഈ സംഘടിതമായിട്ടുള്ള ഈ ഇടതുപക്ഷത്തിന്റെ സംഘടനാ പ്രവർത്തനങ്ങളെ നേരിടാനോ അതിനുള്ള ശേഷിയോ ഈ പാർട്ടി പ്രവർത്തകർക്ക് ഉണ്ടാവില്ല. അവരെ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ആദർശത്തിന്റെ മുഖപൂടമണിയാൻ വേണ്ടി അവരെ മാറ്റി നിർത്തുന്ന ഒരു നടപടി ഈ പാർട്ടി കാണാതിരിക്കട്ടെ. ഇപ്പോൾ വന്ന ഈ ഒരു 2 ആഴ്ചത്തെ സമയം കൊണ്ട് തന്നെ പ്രതീക്ഷിക്കാത്ത പല നേതാക്കന്മാരും, അതായത് പല മുഖപൂടികളും അവരുടെ മാത്രം കഴിവുകൊണ്ടാണ് ഈ വലിയ വിജയം ഉണ്ടായതെന്നും അത് മുന്നോട്ട് പോകുമ്പോൾ ഇനി ഈ പ്രതിപക്ഷത്ത് ആരുടെയൊക്കെയാണോ ചവിട്ടും തൊഴിയും മേടിച്ച് നിങ്ങളെയൊക്കെ ഈ ഭരണ സ്ഥിരാകേന്ദ്രത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പണിപ്പെട്ട അവരെ ഇനിയെങ്കിലും തള്ളിക്കളയാതെ അവരെയൊക്കെ ചേർത്ത് നിർത്തി അവർക്ക് വേണ്ട അർഹിക്കുന്ന സാധനങ്ങളും പ്രവർത്തനങ്ങളും നൽകണമെന്നാണ് പറയുന്നത്. പെട്ടിപിടുത്തത്തിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് പിടിക്കുന്നവരെ മാത്രമേ ഈ നിലയിലേക്ക് കൊണ്ടുവരൂ എന്നുള്ള പിടിവാശി ഈ നേതൃത്വം ഉണ്ടായിരുന്നത്. മുൻകാലങ്ങളിൽ ഇതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ചെയ്തുകൊണ്ടിരുന്ന തെറ്റുകൾ ഇനിയും ബാധിക്കാതെ ഒരു നല്ല ഭരണം കാഴ്ചവെക്കാനായിട്ട് ഈ സർക്കാരിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.